ഇന്ന് നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 25ാമത്തെ ദിവസമാണ്. ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റും. സാധാരണ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കാറ്. ഇപ്പോഴേക്കല്ലേ ലേറ്റായിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാ പണിയും അവർ തീർത്തു. എനിക്കൊരു പണി പോലും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല കേട്ടോ, വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പണി പോലും എടുക്കാറില്ല. അങ്ങനെ ഒരു പണി എടുക്കാത്ത ഞാൻ രാവിലെ അമ്മയും അച്ഛനും ഉണ്ടാക്കിയ ദോശയും കറിയൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് പട്ടുവിൻ്റെ ഗ്ലാസ് എടുക്കണം, ലെൻസ് മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ കുന്നംകുളത്ത് ഉള്ള ലെൻസ് കാർട്ടിലാണ് വന്നത്. അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെയുള്ള കുറച്ച് കളക്ഷൻസൊക്കെ നോക്കിയായിരുന്നു. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. ഇവിടെ ലെൻസ് മാറ്റാനായിട്ട് കൊടുക്കണേക്കാൾ നല്ലത് പുത്തൻ ഒരെണ്ണം എടുക്കുകയാണ് കേട്ടോ. രണ്ടും ഏകദേശം സെയിം റേഞ്ചൊക്കെ തന്നെയാണ്. അങ്ങനെ അവൾക്കില്ലാത്ത കളർ നോക്കിയിട്ട് ഞാൻ വാങ്ങിയിട്ട് പോന്നു. ഏകദേശം ക്രിസ്മസ് വൈബൊക്കെ ആവണേക്കാൾ മുമ്പ് തൊട്ടിട്ട് പട്ട് പറയണ ഒരു കാര്യമാണ് കേട്ടോ. ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കണം, ക്രിസ്മസ് ട്രീ ഒരുക്കണം, സ്റ്റാർ ഇടണം, അതുപോലെ ക്രിസ്മസ് ക്യാപ്പ് വെച്ചിട്ടും ക്രിസ്മസ് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കടയിൽ കയറിയായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 കടയിൽ കയറിയിട്ട് അതൊക്കെ കിട്ടിയിട്ടോ. അതൊക്കെ കിട്ടി വീട്ടിൽ വന്നപ്പം എല്ലാവരും ആത്തച്ചക്ക കഴിക്കുന്നു. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കുറേശ്ശെ ആയിട്ട് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിച്ച് തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മുമ്പ് ഇത് കാണിച്ചു കൊടുത്താൽ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പട്ടും ചുണ്ടുമൊക്കെ വന്ന് എടുത്ത് ടേസ്റ്റ് നോക്കാനൊക്കെ തുടങ്ങി. കഴിച്ച് നോക്കിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ അതാ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു. ഇത് എൻ്റെ അച്ഛമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. കൈ നിറയെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ ചുണ്ടു ഭയങ്കര കരച്ചിൽ. ഈ മിഠായി എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. കുറേ നാളായി ഈ വീഡിയോസൊക്കെ കണ്ടിട്ടേ ഇങ്ങനെയുള്ള മിഠായികളൊക്കെ കണ്ടിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയണം. ഇതൊക്കെ വാങ്ങിക്കൊടുക്കാനല്ല ബുദ്ധിമുട്ട്, ഇതൊക്കെ ഏത് കടയിൽ നിന്ന് പോയി വാങ്ങുമെന്നറിയാതെയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. ഭാഗ്യത്തിന് ഇവിടെ തൊട്ടടുത്ത കടയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്നൊരു 2-4 എണ്ണമൊക്കെ വാങ്ങിക്കൊണ്ടതായിരുന്നു. ഞാനും ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇത് ഒരുമാതിരി ടേസ്റ്റാണ് കേട്ടോ. മധുരമല്ല പുളിപ്പല്ല, എന്തോ ഒരു ടേസ്റ്റ്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വാങ്ങിയ പുതിയ ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ബറോസ് സിനിമ കാണാനായിട്ട് പോയിട്ടോ. ആക്ച്വലി ഇത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണേ. അപ്പോൾ അങ്ങോട്ട് പോയി. സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു കേട്ടോ നല്ല തല്ലിപ്പൊളി പടമായിരിക്കുന്നു. എന്നാലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, ഈ ഭൂതത്തിൻ്റെ ഒക്കെ പടമല്ലേ 3D അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതേപോലെ തന്നെ ആയിട്ടോ. നല്ല പൊട്ടപ്പടമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. പട്ടിനോട് ചോദിച്ചപ്പോൾ പട്ടും പറഞ്ഞത് പൊട്ടപ്പട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കേട്ടോ. അവൾക്കൊരു ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ബോറടിച്ച് തുടങ്ങി. ഇനി എത്ര സമയമുണ്ട് സിനിമ കഴിയാമെന്ന് ചോദിക്കായിരുന്നു കേട്ടോ കുട്ടി. ആക്ച്വലി ഇത് പടം കുഴപ്പമില്ല, നമുക്ക് ഒരു വട്ടമൊക്കെ കണ്ടിരിക്കാനായിട്ടുള്ള ഒരു പടമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഈ മാജിക് പോലത്തെ അല്ലെങ്കിൽ ഈ ഭൂതം അങ്ങനെയൊക്കെയുള്ള കുറേ തീമിലൊക്കെ ഉള്ളൊരു പടമാണ്. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. എന്തായാലും എനിക്കും പിള്ളേർക്കും വീട്ടിലാർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.